ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 4 ദിവസം മാത്രമേ ആ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുള്ളൂ. ഏത് വിധേനയും ഡൽഹി പിടിക്കുക എന്നത് BJPയുടെ ലക്ഷ്യമാണ്. അതിനവർ ചെയ്യാത്ത കാര്യങ്ങളില്ല. അരവിന്ദ് കെജ്രിവാളിനെ കുറെ മാസങ്ങൾ ജയിലിലിട്ടു. സിസോദിയെ 1.5 വർഷത്തിൽ കൂടുതൽ ജയിലിലിട്ടു. മറ്റു പലരുടെ പേരിലും കേസെടുത്തു. മദ്യനയ കേസ്, ആ കേസ്, ഈ കേസ്. ഏറ്റവും ഒടുവിൽ കെജ്രിവാൾ പറഞ്ഞു യമുനയിൽ വിഷം കലക്കുന്നുണ്ട് ആളുകൾ, യമുനയിലെ വെള്ളം മോശമാണ്. ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യമുനയിൽ വിഷം കലക്കുന്ന ആര് എന്ന് തെളിവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് യമുനയിലെ വെള്ളം മോശമാക്കി ഡൽഹിയിലെ ജീവിതം കശക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നു എന്നൊരു ആരോപണമാണ്. അതവിടെ നിൽക്കട്ടെ, അതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയൊക്കെ അവിടെ നിൽക്കട്ടെ. പരമാവധി എല്ലാ അർത്ഥത്തിലും AAPയെ ഒതുക്കാൻ ഒരു വശത്ത് BJP ചെയ്യുന്നു, മറുവശത്ത് കോൺഗ്രസും ചെയ്യുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി അവരുടെ ശത്രുവാണ്. ഇവർ തമ്മിലുള്ള വോട്ട് വിഭജനം BJPക്ക് അനുകൂലമാവുമോ എന്നൊരു ചോദ്യമുണ്ട്. ആം ആദ്മിയുടെ ആളുകൾ പറയുന്നത് ആം ആദ്മിക്കെതിരായ വോട്ടുകൾ വിഭജിച്ച് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കാണ് അതിന്റെ ഗുണം, കോൺഗ്രസ് നിൽക്കുന്നതിന്റെ എന്നാണ്. എന്തായാലും കോൺഗ്രസും ആം ആദ്മിയും ഒന്നിച്ച് മത്സരിച്ചിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. നമ്മൾ ഓർക്കുക, പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കിട്ടിയില്ലെങ്കിലും 20 ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു. ഒരു സീറ്റും ഒന്നും കിട്ടിയിട്ടില്ല. 19 7 സീറ്റും BJP ജയിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 70 63 സീറ്റും ആം ആദ്മി പാർട്ടി നേടി. അതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കൃത്യമായ അവരുടെ വെള്ളമായാലും വൈദ്യുതി ആയാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കൃത്യമായി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതാണ് കാര്യം. അത് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. ആ ഡെലിവറി ആളുകൾ അതിനനുസരിച്ച് തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ലോക്സഭയിലേക്ക് BJPക്ക് വോട്ട് ചെയ്യുന്നവർ പോലും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിലേക്ക് വോട്ട് ചെയ്യുന്നത്. പക്ഷേ BJPക്കെതിരായ ന്യൂനപക്ഷ വോട്ടുകൾ, പിന്നോക്ക വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകുമോ എന്ന ഭയം അത് സ്വാഭാവികമായും അവിടുത്തെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കുണ്ട്. അത് ആം ആദ്മി പാർട്ടിക്ക് ദോഷമാവുകയും BJPക്ക് ഗുണകരമാവുകയും ചെയ്യും എന്ന ഒരു തോന്നലും അവിടെയുള്ള ആളുകൾക്ക്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായ മറ്റൊരു വസ്തുത, ഇപ്പോൾ 8 MLAമാർ രാജിവെച്ചിരിക്കുന്നു എന്നതാണ്. ഈ 8 MLAമാരുടെ രാജി ഞാൻ അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. കാരണം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇതിനു മുമ്പ് രാജിവെച്ച് പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് പലരും രാജിവെച്ച് പോയിട്ടുണ്ട്. രാജിവെച്ച് പോയവരെ പിന്നെ നമ്മൾ കേട്ടിട്ടില്ല. അവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചിട്ടുമില്ല. അവരവിടെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും രാജിവെച്ച് പോയതുകൊണ്ട്, അതും സീറ്റ് കിട്ടാത്ത ആളുകളാണ് രാജിവെച്ച് പോയത്. ഇപ്പൊ പുതിയ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാത്ത 8 പേരുണ്ട് രാജിവെച്ച് പോയത്. അത് നമ്മുടെ നാട്ടിൽ പതിവാണ്. ഒരു പാർട്ടിയിൽ സീറ്റ് കിട്ടാതെ വന്നാൽ അപ്പുറത്ത് പോവും. അവര് BJPയിൽ ചേർന്നാലും എന്ത് ചേർന്നാലും വലിയ കാര്യമില്ല. കാരണം 4 ദിവസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തുടങ്ങും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്ത് പറയുന്നു എന്നതാണ് പ്രധാനം, MLAമാർ എന്ത് പറയുന്നു എന്നല്ല. ഈ MLAമാർക്ക് സീറ്റ് നിഷേധിച്ചത് ഒരുപക്ഷെ അവരുടെ പെർഫോമൻസ് കുറവുണ്ടാവാം. എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. എന്തെങ്കിലും സംഘടനാ പ്രശ്നങ്ങളാണോ എന്നറിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ MLAമാർ രാജിവെച്ചു എന്നത് ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു തിരിച്ചടിയാണ് എന്ന് കണക്കാക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്. അവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിന് തന്നെയാണ്. നമുക്ക് യാതൊരു തർക്കമില്ല. അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ട് തന്നെയാണ്. അവിടെ നിൽക്കുന്ന അത് തന്നെയാണ് അതിൻ്റെ ഒരു ഗുണവും ദോഷവും. ദോഷം എന്താ വെച്ചാൽ അവിടെ ഒരു വലിയൊരു സംഘടനാ സംവിധാനം ഏൽപ്പിക്കില്ല. ഒരു മാസ് വോട്ടിംഗ് ആണ്. ആം ആദ്മി പാർട്ടി തന്നെ ഒരു മാസ് പാർട്ടിയാണ് എല്ലാ അർത്ഥത്തിലും. വലിയ സംഘടനാ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്റെ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അവർ തുടരുമോ ഇല്ലയോ? തുടരുമെന്ന് തന്നെയാണ്. വേറൊരു കാര്യമുണ്ട്, BJP അതിനേക്കാൾ വലിയ വാഗ്ദാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം മറ്റിടങ്ങളിൽ BJP അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം വരും. ഇപ്പൊ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നിട്ട് വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും യാത്രയുടെയും ഒക്കെ കാര്യത്തിൽ വലിയ സഹായങ്ങൾ ചെയ്തു. സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്. അത് വലിയൊരു പൊതു വാഹനങ്ങളിൽ യാത്ര സൗജന്യമാണ്. ഡൽഹിയിൽ സൗജന്യമാണ്. ഈ അർത്ഥത്തിൽ വലിയ തോതിൽ സഹായം ചെയ്തിട്ടുള്ള ആളുകൾ, അത് ജനങ്ങളുടെ യാത്ര, പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ യാത്ര സുഗമമായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. വലിയ തോതിൽ നേതാക്കന്മാരുടെ ഷിഫ്റ്റ് അവിടെ ഒരു കാര്യം ഉണ്ടാവില്ല. ഡൽഹിയിലെ മലിനീകരണത്തെ കുറിച്ച് പറഞ്ഞു. ഡൽഹിയിലെ മലിനീകരണത്തിന് ഡൽഹി മാത്രമല്ല കാരണം എന്നുള്ളത് വളരെ കൃത്യമായി തെളിവുകൾ വന്നിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെയുള്ള പൊടിയും പുകയുമാണ് അവിടെ വരുന്നത്. ഇതൊക്കെ പറയുമ്പോഴും 10 വർഷം ഒരു പാർട്ടി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും കാരണവശാൽ ഉണ്ടാകുന്ന ആന്റി ഇൻകംബൻസി ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നു. ആ ആന്റി ഇൻകംബൻസി എത്രത്തോളം ഉണ്ട്? കഴിഞ്ഞ തവണ 70 63 സീറ്റ് ജയിച്ചതുപോലുള്ള ഒരു വിജയം ആവർത്തിക്കാൻ ആം ആദ്മിക്ക് കഴിയുമോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും ഒരു
എഡ്ജ് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് ഡൽഹിയിൽ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം BJPയെ ഒരു സംസ്ഥാന ഭരണകക്ഷി എന്ന നിലയ്ക്ക് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. BJPക്ക് അതിന് പറ്റിയ നേതാക്കളുമില്ല. അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിർത്താവുന്ന നേതാക്കൾ BJPക്ക് അവിടെ ഇല്ല. അതും ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ മോഡി പ്രഭാവത്തിൽ പാർലമെന്റിലേക്ക് ജയിക്കാമെങ്കിലും മോഡി പ്രഭാവത്തിൽ അസംബ്ലിയിലേക്ക് ജയിക്കുക എളുപ്പമല്ല. പല സ്ഥലങ്ങളിലും നമ്മളത് കണ്ടതാണ്, തെലങ്കാനയിലടക്കം. മോഡി പ്രഭാവം കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല പ്രാദേശികമായ വിഷയങ്ങൾ. അതുകൊണ്ട് 8 പേർ രാജിവെച്ചു എന്നത് പെട്ടെന്നൊരു ഷോക്കാണ് എന്ന് പറയാമെങ്കിലും അത് അവിടുത്തെ ഇലക്ഷൻ ബാലൻസിനെ കാര്യമായി ബാധിക്കും എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ എന്ന് പറയാൻ പറ്റും.